ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.46% ഉയർന്ന് 24,433 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഗ്ലോബൽ ക്യൂസിൻ്റെയും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നുള്ള പോസിറ്റീവ് ന്യൂസിൻ്റെയും ഇമ്പാക്റ്റാണ് ഇന്ന് ഇൻഡെക്സിനെ ഓൾ ടൈം ഹൈക്ക് അടുത്ത് ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത്. IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ പ്രധാന കാരണം വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ IT കമ്പനികളുടെ റവന്യൂ ഉയരും എന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിൻ്റെ പശ്ചാത്തലത്തിലാണ്. മൺസൂൺ പ്രോഗ്രസ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ FMCG ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂസ് ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് വ്യൂ നിലനിർത്തുന്നതിന് പിന്നിലെ പ്രധാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാരുതി സുസുക്കി, എമാൻഡം, ITC, ടൈറ്റാൻ, ഡിവീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഇന്ന് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. ONGC, ടാറ്റ കൺസ്യൂമർ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ശ്രീരാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലായിരുന്നു. IT, എനർജി തുടങ്ങിയ സെക്ടറുകൾ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിക്കുകയും ചെയ്തു. വരും സമയങ്ങളിൽ 24,400 എന്ന റെസിസ്റ്റൻസ് മറികടന്നതുകൊണ്ട് 24,610 എന്ന ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 24,050, 23,850 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 20-യുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ബൈയിങ് മൊമെൻറ്റത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 52,000-നും 53,500-നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് മാർക്കറ്റ് അവറിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയരുന്നു എന്നുള്ള അപ്ഡേറ്റ്. മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൂൺ മാസത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ 17% ഉയർന്ന് 40,608 കോടിയായി മാറിയിട്ടുണ്ട്. മെയ് മാസത്തിൽ ഇത് 34,697 കോടിയായിരുന്നു. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 25.39 ലക്ഷം കോടിയിൽ നിന്നും 27.68 ലക്ഷം കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ റെക്കോർഡ് ഹൈയിലേക്കെത്തി 20,904 നിന്നും 21,262 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ ജൂൺ മാസത്തിൽ 55,12,962 പുതിയ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഓപ്പൺ ആവുകയും ടോട്ടൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുടെ അക്കൗണ്ട് 8,98,66,962 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസത്തെ സിപ്പ് ഇൻഫ്ലോ പരിശോധിച്ചാൽ മാർച്ച് മാസത്തിൽ 19,271 കോടി രൂപയുടെ സിപ്പ് ഇൻഫ്ലോ ആയിരുന്നു. അത് ഏപ്രിൽ മാസമായപ്പോൾ 20,371 കോടിയിലേക്ക് ഉയരുകയും ജൂൺ മാസത്തിൽ 21,262 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയർന്നിട്ടുണ്ട്. 663 കോടിയിൽ നിന്നും 970 കോടിയിലേക്കാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയർന്നിരിക്കുന്നത്. മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ ഫണ്ട് ഇൻഫ്ലോ 2,605 കോടിയിൽ നിന്നും 2,527 കോടിയിലേക്ക് ഇടിയുകയും സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലെ ഫണ്ട് ഇൻഫ്ലോ 2,724 നിന്നും 2,263 കോടിയിലേക്ക് കുറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഫണ്ട് ഇൻഫ്ലോ 14,89 ലക്ഷത്തിൽ നിന്നും 15,32 ലക്ഷത്തിലേക്ക് ഉയർന്നു. സിപ്പ് കോൺട്രിബ്യൂഷൻ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കും. ഓരോ മാസത്തെയും മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡേറ്റയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്യാംസ് എന്ന സ്റ്റോക്കിനെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കാറുമുണ്ട്. ഇന്ന് ക്യാംസ് റെക്കോർഡ് മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ 5.70% ഉയർന്ന് 3,977 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 55.48, ഡിവിഡൻഡ് ഈൽഡ് 1.6%, 52 വീക്ക് ഹൈ 4,012, 52 വീക്ക് ലോ 2,220. ക്യാംസ് എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. 3,600 ക്യാംസിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 3,600 തന്നെയായിരിക്കും ആദ്യത്തെ സപ്പോർട്ട് റേഞ്ചായി ലഭിക്കുക. അതേസമയം വെരി ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നവർക്ക് ഇവിടെ നമ്മൾക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടിൻ്റെ സാധ്യതകൾ വന്നിരിക്കുകയാണ്. ലോങ് ടൈമിൽ സ്റ്റോക്ക് 4,000 നിന്നും 6,000, 6,500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ന് ബൈയിങ് മൊമെൻറ്റം എന്ന മറ്റൊരു സ്റ്റോക്ക് അഫിൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. അഫിൾ ഇന്ന് 3.38% ഉയർന്ന് 1,414 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി.
പ്രമുഖ ബ്രോക്കേജായ സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും 1600 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അഫിൾ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. അതേസമയം അഫിൾ എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തെത്തി എന്നുള്ള കാര്യവും നമ്മളിവിടെ വിസ്മരിക്കാൻ പാടില്ല. സിറ്റി ഗ്രൂപ്പിൻ്റെ ബ്രോക്കേജ് റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡിങ്ങിലും അതുപോലെ തന്നെ മൊബൈൽ ആൻഡ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും കമ്പനി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 40% വർദ്ധിച്ച് 87.5 കോടിയായി ഉയർന്നിരുന്നു. ഇയർ ഓൺ ഇയറിൽ 40% വർധനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റിൽ 14% വർധനവും കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 42% വർദ്ധിച്ച് 386 കോടിയിൽ നിന്നും 506 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 21.5% വർദ്ധിച്ച് 244 കോടിയിൽ നിന്നും 297 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. അഫിൾ എന്ന സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്കൊരു പാറ്റേൺ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. 1300 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകി 1414 ട്രേഡ് ചെയ്യുകയാണ്. വരും സമയങ്ങളിൽ 1300 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. അഫിളിൻ്റെ ലോങ് ടൈം ചാർട്ട് നോക്കുകയാണെങ്കിൽ 2021 മുതൽ സ്റ്റോക്ക് ദീർഘകാലമായി 1000 രൂപയുടെ സപ്പോർട്ടിനും 1300 രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ 1300 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് 1400 മുകളിൽ ക്ലോസിംഗ് നൽകി. 1300 നിന്നും ഏകദേശം 300 പോയിൻറ്റിൻ്റെ അപ്സൈഡാണ് മീഡിയം ടൈമിൽ അഫിൾ എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്